ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെട്ടിനാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റിയായ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിരിയാണി റൈസ് 1 കിലോ എടുത്തിട്ടുണ്ട്. സവാള 4-5 വലുപ്പത്തിനനുസരിച്ച് എടുക്കാം. ചെറുതായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കാം. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് തൈര്, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒരു 3/4 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ തക്കാളി, പച്ചമുളക് 4 എണ്ണം വീതം എടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, അത് 2 ടേബിൾ സ്പൂൺ മതിയാവും. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഗരം മസാല പൊടിക്കാത്തതും ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ, പിന്നെ ആവശ്യത്തിനുള്ള പശുവിൻ നെയ്യ്, മല്ലിയില, പുതിനയില. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പശുവിൻ നെയ്യ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് ഗരം മസാലയാണ്. പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, ഏലക്ക, പെരുംജീരകം, ജാതിക്ക, ജാതിപത്രി എന്നിവയുണ്ട്. ഇതൊക്കെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഇത് നന്നായിട്ടൊന്ന് നല്ല ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി അതിലേക്ക് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പുതിനയിലയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് മൂപ്പിക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്തു. 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തു. ഇനി ഈ ചിക്കൻ ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് വേവണം. വെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല. ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിക്കാം. ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് ഞാനിത് വേവിച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അരി എടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 നാരങ്ങ നീര് ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാനിൽ ഞാൻ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. കുറച്ച് പശുനെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വറുത്തിട്ട് ബിരിയാണിയിലേക്കൊന്ന് ചേർത്തിട്ടൊന്ന് ഇളക്കാം. ഞാൻ നെയ്യ് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആദ്യം ആവശ്യമുള്ള നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1-2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് അരി ചേർക്കാം. ഇനി ഒരു 15-20 മിനിറ്റ് വരെ നമുക്കിത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് വേവിക്കാം. അപ്പം ചിക്കൻ്റെ ഒരു വേവും അരിയും ഒക്കെ റെഡി ആയിട്ടുണ്ടാവും. ചെട്ടിനാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി ആണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചായാലും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.